ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചപ്പാത്തി മാവ് നന്നായിട്ടൊന്ന് കുഴച്ച് പരത്തിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് എത്ര പരത്താൻ വേണ്ടിയിട്ട് പറ്റുമോ ആ രീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള മാവാണെങ്കിൽ നമുക്ക് വലുതായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് ഇതുപോലുള്ള ഒരു ടിഫിൻ ബോക്സിന്റെ ഷാർപ്പായിട്ടുള്ള ഈ എഡ്ജ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ റൗണ്ടിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കൊരു 4 പൂരിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ മാവും ഈ രീതിയിലൊന്ന് പരത്തി ഇതുപോലെ പൂരിയുടെ ഷേപ്പിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഡലി പാത്രമാണ്. അതിൽ ഞാൻ എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പൂരി എല്ലാം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളം ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു മിനിറ്റ് മാത്രം വെച്ചിട്ട് നമുക്കിത് ആവി കയറ്റിയെടുക്കാം. കുറേ സമയം നമ്മളിത് വെച്ചിട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ. 1 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്. ഇത് പോകുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഞാൻ പാത്രത്തിൽ നിന്നും എടുത്ത് വെക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ സിപ്ലോ കവറിലൊക്കെ വെച്ച് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ജോലിക്ക് പോകുന്നവരായാലും അതുപോലെ തന്നെ പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഭൂരി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് വെക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് എടുത്ത് നമുക്ക് ഭൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ അധികം എണ്ണയൊന്നും കുടിക്കില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഭൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വരെ വളരെ എളുപ്പത്തിൽ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ഭൂരി കഴിക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാനതൊന്ന് ചുട്ടും കൂടെ കാണിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് റവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ റവയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പണിയൊക്കെ കഴിഞ്ഞ് വെച്ച സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ മണിക്കൂറുകളോളം കിച്ചണിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അടുത്തതായിട്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കടലപ്പരിപ്പും ചേർത്ത് കൊടുത്തു. ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് പോകുന്നവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുരിങ്ങയിലയും കുറച്ച് തേങ്ങയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ട് ഞാനിവിടെ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുളകും ഇതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയുള്ളൂ, വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി ചമ്മന്തി മക്കൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മുരിങ്ങയില കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ അവർക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ വൈറ്റ് ഡ്രസ്സിലൊക്കെ പറ്റിപ്പിടിച്ച കറി എങ്ങനെ വളരെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാന്നുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അത് കറിയുടെ കറി ആയതാണ് കേട്ടോ. നന്നായിട്ട് ആ മഞ്ഞക്കറിയൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്ത സമയത്ത് എല്ലായിടത്തേക്ക് സ്പ്രെഡ് ആയതാണ് ഇതുപോലെ. അപ്പോൾ വൈറ്റ് ഡ്രസ്സിലൊക്കെ ഇതുപോലെ കറി ആയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതുപോലെ ലൈസോൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കളർ ഡ്രസ്സിൽ നമുക്ക് ലൈസോൾ ഉപയോഗിച്ച് കറ കളയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലെ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തേച്ച് ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് നമുക്ക് ക്ലീൻ ആയി വരും കേട്ടോ. നമ്മളിത് സോപ്പ് വെച്ചിട്ടൊക്കെ അലക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ കറ പോയില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ ഒരു കറിയുടെ പാട് പോലും ഇല്ലാതെ നമുക്ക് ക്ലീൻ ആയി വരും കേട്ടോ. അപ്പോൾ അത്യാവശ്യം കറ തന്നെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ രീതിയിലൊന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് വെച്ചിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ആയിട്ടുള്ള റിസൾട്ട് ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോപ്പ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുക മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ചെറിയ കറ ഇപ്പോഴും ഇവിടെ ബാലൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ലൈസോൾ ഒന്ന് ഇതിലേക്ക് തേച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കറയൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കണ്ടില്ല ആ മഞ്ഞക്കറിയൊക്കെ മഞ്ഞ് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്ത് നോക്കാം. ചെറിയൊരു കറ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പം ഞാൻ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരച്ചെടുക്കുന്ന സമയത്ത് ആ കറയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ എത്ര കറ പിടിച്ച ഷർട്ട് ഉണ്ടെങ്കിലും ഈ രീതിയിൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മഞ്ഞൾ കറ, അതുപോലെ തന്നെ മഷിക്കറ, ഇരുമ്പ് കറ,
എല്ലാം പോകാനുള്ള കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ള വസ്ത്രത്തിൽ പറ്റി പിടിച്ചിട്ടുള്ള എല്ലുപേൻ എങ്ങനെ കളയാമെന്നും, അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിലൊക്കെ കളർ പോകുന്ന ഡ്രസ്സ് അലക്കുന്ന സമയത്ത് ഇതുപോലുള്ള വൈറ്റ് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കളർ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണല്ലേ. അത് കളയാനുള്ള ടിപ്സൊക്കെ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. അപ്പോൾ കണ്ടില്ലേ കറയൊക്കെ പോയിട്ട് നമ്മൾ പഴയതുപോലെ തന്നെ നമ്മളുടെ ഡ്രസ്സ് ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കറയായിട്ടുള്ള ഡ്രസ്സ് ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അടുത്തതായിട്ട് നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് ട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. യാതൊരു കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും തന്നെ വരുന്നതല്ല. അപ്പോൾ ഈ പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കോട്ടൺ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പരുത്തി എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഗ്രാമ്പൂ ആണ് ട്ടോ വെച്ച് കൊടുക്കുന്നത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ഗ്രാമ്പൂ. ഗ്രാമ്പൂ ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് വരികയാണെങ്കിൽ മുടി നന്നായിട്ട് വളരാനും വളരുന്ന മുടി നല്ല കരുത്തോടു കൂടെ വളരാനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒരേ രീതിയിലുള്ള 3 ഗ്ലാസ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോട്ടൺ ഇതുപോലെ ഒരു മൺചിര അതിലേക്കാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആവണക്കെണ്ണയാണ്. നമ്മുടെ മുടി നല്ല കറുപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് തന്നെയാണ് കേട്ടോ ആവണക്കെണ്ണ. മാത്രമല്ല ഇടതൂർന്ന മുടി വരാനും മുടിക്ക് നല്ല ബലം കിട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഗ്രാമ്പൂവും ആവണക്കെണ്ണയും നമ്മുടെ മുടി ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ കറുപ്പിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇനി ഞാനൊരു പാത്രം ഇതുപോലൊന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഡൈ ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ. അതാണ് ആ ഒരു ഭാഗത്ത് ആ ഒരു കളറിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഈ കോട്ടൺ നന്നായി കത്തി വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രാമ്പു നന്നായിട്ട് കത്തിയതിൻ്റെ കരിയും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്കിത് തേച്ച് കൊടുത്തിട്ട് പോകാവുന്നതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്ലാക്ക് തന്നെ നമ്മുടെ നരച്ച മുടിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വലിച്ചെറിഞ്ഞ് കളയേണ്ട. ഇതും ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ ഇത്രയും കരി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് എല്ലാം ഒന്ന് ചുരണ്ടിയെടുക്കാം. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതൊരു പൊടി രൂപത്തിലായിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് പുറത്ത് പോകുന്ന സമയത്ത് വൈറ്റ് ഹെയറിലൊക്കെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ കരി 2 രൂപത്തിൽ യൂസ് ചെയ്യാം. ഈ കരി ഇതുപോലെ എടുത്ത് നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ സൂക്ഷിച്ച് വെച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നൊക്കെ ചോക്ക് അതുപോലെ തന്നെ പൊടിയൊക്കെ വാങ്ങിക്കുമല്ലോ വൈറ്റ് ഹെയർ ഒക്കെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്കൊരു ബോട്ടിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത് വേറൊരു രീതിയിലാണ്. ഞാനിതിലേക്ക് കുറച്ച് ആവണക്കെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊക്കെ പോകുന്നതിന് അരമണിക്കൂർ മുമ്പ് ജസ്റ്റ് ഒന്ന് തലയിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പൊടി മാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് അപ്പം തന്നെ നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% തന്നെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഹെയറിനൊന്നും യാതൊരു ഡാമേജും വരുന്നതല്ല. ഈ രീതിയിൽ നമുക്ക് കൺമഷിയായിട്ടും ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ വാട്ടർ പ്രൂഫാണ്, വെള്ളം തട്ടിയാലൊന്നും പോവില്ല. അപ്പോൾ എല്ലാവരും ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് വെറ്റിലയാണ്. വെറ്റില ഞാൻ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 2 വെറ്റിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുള്ള ഉലുവയാണ്. അത് ഏകദേശം 1 സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ചായതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ചതച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചും കൂടെ എടുക്കാം. വളരെ കുറച്ച് മാത്രം ജ്യൂസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്ക് വെള്ളം ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിലുള്ള ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് മാത്രമാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയിലുള്ള ഒരു പേസ്റ്റാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇതൊരു തവിയിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതുപോലെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അതും ഒരു 2-3 ടേബിൾ സ്പൂൺ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ബബിൾസൊക്കെ നന്നായിട്ട് പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതുവരേക്കും നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോഴേ ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുള്ളൂ. മുട്ടയൊക്കെ അടിക്കുന്നവർ തലയിൽ ചന്ദനം തേക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതുപോലൊരു ഹെയർ ഓയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ
തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിലും അതേ ഒരു ഗുണം തന്നെയായിരിക്കും ട്ടോ നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല വേരിൽ നിന്ന് തന്നെ നമ്മളുടെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ ഓയിൽ തന്നെയാണ്. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തുള്ള വെളിച്ചെണ്ണയായാലും അതുപോലെ തന്നെ ചെറിയുള്ളിയും വെറ്റിലയൊക്കെ നമ്മുടെ മുടിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന ഒന്ന് തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. മാത്രമല്ല സ്ഥിരമായിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ നരച്ച മുടിയൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് ബ്ലാക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. ഇത് തേച്ച് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇരട്ടി റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. ട്രൈ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സോപ്പോ ഷാമ്പോ ഒക്കെ ഉപയോഗിച്ചായിരിക്കും മുടി കഴുകുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കളറ് കുറേ സമയം നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്നാൽ താളിയോ ചെറുപയർ പൊടിയോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറേ അധികം ദിവസം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാണിക്കുന്നത് എങ്ങനെയാണ് താളി ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. ഞാനിപ്പോൾ ചെമ്പരത്തി താളിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള താളികളൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇതുപോലെ ജസ്റ്റ് നന്നായിട്ട് ചെമ്പരത്തിയിലൊക്കെ കഴുകി വെള്ളത്തിലിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴുതെടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള താളി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അത് തേച്ച് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ വേസ്റ്റ് ഒന്നും വരാതെ ഇതുപോലെ അതിൻ്റെ താളി മാത്രമായിട്ട് നമ്മൾ അരിച്ച് ഉപയോഗിക്കുക. ഇലയും കൂടെ ചേർത്തിട്ടാണ് ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് കഴുകണം. അല്ലെങ്കിൽ സ്കാൽപ്പിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് താരനൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് താളി ഉണ്ടാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നമ്മൾ തലമുടി നന്നായിട്ട് വളരാനും വളരുന്ന മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും തലയ്ക്ക് നല്ല ചൂട് സമയത്തൊക്കെ നല്ല കുളിർമ തരാനും കണ്ണിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.